അപ്പോഴാണ് ഡ്രാക്കുള തൻ്റെ ശിഷ്യനായ റെൻഫീൽഡിനെ വധിച്ചു എന്ന വിവരം കിട്ടുന്നത്. അവൻ്റെ കഴുത്ത് ഒടിച്ച് ജീവൻ കവർന്നെടുത്തിരിക്കുന്നു. അടുത്ത ദിവസം വാൻ ഹെൽസിങ്ങും സംഘവും കാർഫാക്സിൽ പോയി ഡ്രാക്കുളയുടെ ഓരോ മൺപെട്ടിയിലും ഓരോ വിശുദ്ധ വേഫർ സ്ഥാപിക്കുകയാണ്. ട്രാൻസിൽവാനിയയിൽ നിന്ന് കൊണ്ടുവന്ന ഈ മണ്ണിൽ കിടന്നാലേ ഡ്രാക്കുളയ്ക്ക് ശക്തി പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ മൺപെട്ടികൾ ഇനി ഡ്രാക്കുളയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനുശേഷം പിക്കാഡേലിയിലെ ഡ്രാക്കുളയുടെ എസ്റ്റേറ്റിലേക്ക് ഈ സംഘം പോവുകയാണ്. അതിനു മുമ്പ് വാൻ ഹെൽസിംഗ് മിനയുടെ മുറി ഈ വിശുദ്ധ വേഫറുകൾ ഉപയോഗിച്ച് അടച്ചു. കൂടാതെ അവൻ അവളുടെ നെറ്റിയിൽ ഈ വേഫർ കൊണ്ട് തൊടുമ്പോൾ അവളുടെ ചർമ്മത്തെ പൊള്ളിക്കുകയും അവളുടെ നെറ്റിയിൽ ഒരു കടും ചുവപ്പ് അടയാളം അവശേഷിപ്പിക്കുകയും ചെയ്തു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവൾ വിറയാർന്ന ശബ്ദത്തിൽ വിലപിച്ചു, ഞാൻ മലിനമായിരിക്കുന്നു, ഞാൻ മലിനമായിരിക്കുന്നു. അവളുടെ നിലവിളി ഇരുണ്ട രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതിധ്വനിയായി അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. അങ്ങനെ ഡ്രാക്കുള കൊണ്ടുവന്ന എല്ലാ മൺപെട്ടികളും വിശുദ്ധ വേഫർ വച്ച് അടച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഒരു പെട്ടി കാണാനില്ല. അതെവിടെയാണെന്ന് ആർക്കും മനസ്സിലായില്ല. സുരക്ഷിതമായ വിശ്രമ സ്ഥലമായി തനിക്ക് ഒരു പെട്ടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് ഡ്രാക്കുള ഭയന്നിരിക്കാമെന്ന് വാൻ ഹെൽസിംഗ് വിശ്വസിക്കുന്നു. ഡ്രാക്കുളയുടെ നീക്കങ്ങൾ പിന്തുടരാൻ വാൻ ഹെൽസിംഗ് മിനയെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ്. മയക്കത്തിൽ മിനയ്ക്ക് ഡ്രാക്കുളയുമായുള്ള അവിശുദ്ധ ബന്ധം അവളുടെ ആത്മാവിനെ അവനോടൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തമാക്കി. കടൽ യാത്രയുടെ സൂചനകൾ മിന തരികയാണ്. അതായത് ഡ്രാക്കുള കടൽ മാർഗം ഇംഗ്ലണ്ട് വിട്ടുവെന്ന് സൂചിപ്പിക്കുന്നു. ഡ്രാക്കുള അവരെ കബളിപ്പിച്ച് വർഷങ്ങളോളം ഒളിഞ്ഞിരുന്ന് മിനയെ പതുക്കെ ഒരു വാമ്പയറായി മാറ്റിയേക്കുമെന്ന് ജൊനാഥൻ ഭയക്കുകയാണ്. അങ്ങനെ 3 മാസം മുമ്പ് ഡ്രാക്കുള സഞ്ചരിച്ചിരുന്ന അതേ റഷ്യൻ തുറമുഖമായ വർണയിലേക്ക് പോകുന്ന സെറീന കാതറിൻ എന്ന കപ്പലിൽ ഡ്രാക്കുള കയറിയതായി വാൻ ഹെൽസിംഗിന് വിവരം കിട്ടുകയാണ്. മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഡ്രാക്കുളയെ പരാജയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാൻ ഹെൽസിംഗ് തീവ്രമായ ഒരു പ്രസംഗം നടത്തി. ലോകത്തെ സ്വതന്ത്രമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. വർണ എന്ന സ്ഥലത്ത് വെച്ച് ഡ്രാക്കുളയെ തടയാൻ അവർ പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ഡ്രാക്കുളയുമായുള്ള തൻ്റെ ടെലിപ്പത്തിക് ബന്ധം അവരുടെ തിരയലിന് സഹായമായേക്കുമെന്ന് പറഞ്ഞ് മിന അവരോടൊപ്പം വരാൻ നിർബന്ധിച്ചു. വാൻ ഹെൽസിംഗ് സമ്മതിച്ചു. ജൊനാഥൻ ആവശ്യമായ യാത്രാ ക്രമീകരണങ്ങൾക്കായി പുറപ്പെട്ടു. പ്രതീക്ഷയും ഭയവും കലർന്ന നിമിഷങ്ങൾ. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് മിന ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചു. അവളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി അവൾ ഒരു വാമ്പയറായി മാറിയാൽ അവളെ നശിപ്പിക്കണമെന്ന് അവർ സംഘത്തോട് പറയുകയാണ്. അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഒക്ടോബർ 12 അവർ ഓറിയന്റ് എക്സ്പ്രസിൽ കയറി വർണയിലേക്ക് പോകുന്നു. ഡ്രാക്കുളയുടെ കപ്പൽ വർണ തുറമുഖത്ത് ഏതു നിമിഷവും എത്തും എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ഒരാഴ്ചയിലധികം കാത്തിരുന്നിട്ടും കപ്പൽ അവിടെ എത്തിയില്ല. ഓരോ ദിവസം കഴിയുന്തോറും മിനയുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. ഡ്രാക്കുളയുടെ കപ്പൽ വർണ തുറമുഖം ഒഴിവാക്കി ഗലാറ്റ്സ് തുറമുഖത്തെത്തിയതായി അവർക്ക് വിവരം ലഭിച്ചു. ഗലാറ്റ്സ് തുറമുഖത്തേക്കുള്ള യാത്രയിൽ വാൻ ഹെൽസിംഗ് മിനയെ ഹിപ്നോട്ടൈസ് ചെയ്തു. മിനയുടെ വിറയാർന്ന വാക്കുകളിലൂടെ ഡ്രാക്കുളയുടെ ചിന്തകളുടെയും നീക്കങ്ങളുടെയും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചു. അവൻ കരയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഓടുകയാണ്. മിനയുടെ ശബ്ദം മുറിഞ്ഞു. റഷ്യൻ മണ്ണിലൂടെ കാർപ്പേത്തിയൻ മലനിരകളിലേക്ക് അവൻ തിരികെ തൻ്റെ കോട്ടയിലേക്ക് പോവുകയാണ്. അവൻ്റെ ശക്തി ക്ഷയിക്കുന്നു. സൂര്യൻ അവനെ വേട്ടയാടുന്നു. അവന് വിശ്രമിക്കാൻ ഒരിടം വേണം. ഡ്രാക്കുള തൻ്റെ കോട്ടയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് മനസ്സിലാക്കിയ വാൻ ഹെൽസിംഗ് ഒരു തന്ത്രം രൂപീകരിച്ചു. അവർ ഓരോരുത്തരും ഓരോ വഴിക്ക് നീങ്ങി. മിനയും വാൻ ഹെൽസിംഗും ഒരു തീവണ്ടിയിൽ യാത്രയായി. ഹോംവുഡും ജൊനാഥനും ഒരു ബോട്ട് വാടകയ്ക്കെടുത്തു. ഡോക്ടർ സീവാർഡും ക്വിൻസി മോറിസും കുതിരപ്പുറത്ത് ഗ്രാമങ്ങളിലൂടെ കുതിച്ചു പാഞ്ഞു. എല്ലാവരുടെയും ലക്ഷ്യം ഡ്രാക്കുള കോട്ട. ഡ്രാക്കുള എത്തുന്നതിന് മുമ്പ് ആ കോട്ട വിശുദ്ധ വേഫർ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാമെന്ന പ്രതീക്ഷയോടെ വാൻ ഹെൽസിംഗ് പായുകയാണ്. അവരുടെ ഹൃദയമിടിപ്പുകൾ ഓരോ നിമിഷവും വേഗത കൂടിക്കൂടി വന്നു. കാലം അവരെ വേട്ടയാടി. ഇരുട്ടിൻ്റെ നിഴലുകൾ അവരെ പിന്തുടർന്നു. കോട്ടയുടെ ഇരുണ്ട രൂപം അവർ ദൂരെ കണ്ടു. ആര് ആദ്യം അവിടെ എത്തും? ജീവനും മരണത്തിനുമിടയിലെ ആ പോരാട്ടത്തിൽ ആര് വിജയിക്കും? വാൻ ഹെൽസിംഗ് സീവാർഡിനൊരു കുറിപ്പെഴുതി താനും മിനയും ബോർഗോ ചുരത്തിലെത്തിയ വിവരം അറിയിച്ചു. കോട്ടയിലേക്കുള്ള ദുർഘടമായ പാതയിലൂടെ അവർ കയറുമ്പോൾ മിനയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തനിക്ക് കഴിയുന്നില്ലെന്ന് വാൻ ഹെൽസിംഗ് മനസ്സിലാക്കി. അന്ന് രാത്രി അവളുടെ സുരക്ഷയെ ഭയന്ന് വിശുദ്ധ സംരക്ഷണ വലയം അവൾക്ക് ചുറ്റും സൃഷ്ടിച്ചു.
അതിനുശേഷം വിശുദ്ധ സംരക്ഷണത്തിന്റെ വലയത്തിൽ കിടന്നുറങ്ങുന്ന മിനയെ ഉറങ്ങാൻ വിട്ടിട്ട് വാൻ ഹെൽസിംഗ് കാൽനടയായി മുന്നോട്ടു പോയി. അടുത്ത ദിവസം ഉച്ചയോടെ കോട്ടയിലെത്തി. 3 വാമ്പയർ സ്ത്രീകളുടെ ശവകുടീരങ്ങൾ കണ്ടെടുത്തു. അവരുടെ സൗന്ദര്യം അദ്ദേഹത്തെ മയക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവരെ നശിപ്പിക്കാൻ ആവശ്യമായ ചടങ്ങുകൾ നടത്തുകയാണ്. പിന്നീട് അദ്ദേഹം ഡ്രാക്കുളയുടെ ശവകുടീരം കണ്ടെത്തുന്നു. അത് മറ്റുള്ളവയേക്കാൾ വലുതും ഭംഗിയുള്ളതുമാണ്. വിശുദ്ധ വേഫറുകൾ വച്ച് അതെല്ലാം ബന്ധിച്ചു. ഒടുവിൽ ഡ്രാക്കുളയ്ക്ക് പ്രവേശനം നിഷേധിക്കാൻ വേണ്ടി ആ കോട്ടവാതിലുകൾ വിശുദ്ധ വേഫർ ഉപയോഗിച്ച് അടച്ചു. ഇത്രയും ചെയ്തതിനു ശേഷം വാൻ ഹെൽസിംഗും മിനയും ആ കോട്ടയിൽ നിന്ന് കിഴക്കോട്ട് യാത്രയായി. സംഘത്തിലെ മറ്റുള്ളവരെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിലാണ് യാത്രയായത്. കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്. ചെന്നായ്കൾ ചുറ്റും ബഹളം വയ്ക്കുന്നുണ്ട്. സൂര്യാസ്തമയ സമയത്ത് അവർ താഴെയുള്ള റോഡിൽ ഒരു വലിയ വണ്ടി കണ്ടു. അത് ജിപ്സികളാണ് ഓടിച്ചിരുന്നത്. വണ്ടിയിൽ ഒരു മണ്ണ് നിറച്ച പെട്ടിയുമുണ്ടായിരുന്നു. അതെ, ലണ്ടനിൽ വെച്ച് അവർക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ആ ഒരു പെട്ടി. ഡ്രാക്കുള അതിൽ കിടന്നുറങ്ങുകയാണ്. ലണ്ടനിൽ നിന്ന് ട്രാൻസിൽവാനിയയിലേക്കുള്ള യാത്രയിൽ. ദൂരെ നിന്ന് സീവാർഡും മോറിസും ജൊനാഥനും ഹോംവുഡും ജിപ്സികളെ സമീപിക്കുന്നതും മിനയും വാൻ ഹെൽസിംഗും കണ്ടു. നേരം ഇരുണ്ടുവരികയാണ്. സൂര്യൻ അസ്തമിച്ചാൽ ഡ്രാക്കുളയുടെ ശക്തി ഇരട്ടിയാകും. അപ്പോൾ അവനെ തോൽപ്പിക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. ജിപ്സികൾ ഓടിച്ചിരുന്ന ആ വണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് 4 സംഘം പായുകയാണ്. ജൊനാഥനും ക്വിൻസി മോറിസും അവിശ്വസനീയമായ ശക്തി പ്രകടിപ്പിച്ച് ആ വണ്ടിയിലേക്ക് ചാടിക്കയറി ജിപ്സികളുമായി ഏറ്റുമുട്ടി. ഒടുവിൽ ജൊനാഥൻ ആ പെട്ടി താഴേക്കെടുത്തെറിഞ്ഞു. ഈ പോരാട്ടത്തിൽ ക്വിൻസി പ്രോമിസിന് പരിക്കേൽക്കുന്നുണ്ട്. പക്ഷെ ഇരുവരും ചേർന്ന് ആ പെട്ടിയുടെ മൂടി തുറന്നു. ഈ സമയത്ത് സീവാർഡും ഹോംവുഡും തോക്കുകളെടുത്ത് ജിപ്സികളെ ഉന്നം വെച്ചു. ആ പെട്ടി തുറന്നപ്പോൾ ഡ്രാക്കുള അതിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മിനയുടെ ഹൃദയം വേഗത്തിലടിച്ചു. അവർ ഡ്രാക്കുളയെ തുരത്താൻ വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം വിജയിക്കുമോ? സൂര്യന്റെ അവസാന കിരണങ്ങൾ ഭൂമിയിൽ നിന്നും മറയുകയാണ്. ഈ യുദ്ധത്തിന്റെ ഫലം എന്താകുമെന്നത് എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭീതി നിറച്ചു. നിശബ്ദമായ കാറ്റിനിടയിൽ മിനയുടെ ഹൃദയമിടിപ്പ് മുഴങ്ങി. അവളുടെ കണ്ണുകൾ ഡ്രാക്കുളയുടെ മുഖത്തെ സൂക്ഷ്മമായ ഭാവമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യം വെറുപ്പ്, പിന്നെ കോപം, അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു അന്ധകാരപൂർണമായ വിജയത്തിൻ്റെ പുഞ്ചിരി. രക്തദാഹിയായ ഡ്രാക്കുളയുടെ മുഖത്ത് ഒരു ഭീകരമായ തിളക്കം. ഇനി എല്ലാം എൻ്റേതാണ്, നിങ്ങളെല്ലാം എൻ്റേതാണ്. ഡ്രാക്കുളയുടെ അലർച്ച വായുവിൽ മുഴങ്ങി. നൂറ്റാണ്ടുകളായി ഞാൻ കാത്തിരിക്കുന്നു. ഇനി ഒരു ശക്തിക്കും എന്നെ തടയാനാവില്ല. മിനയുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു. അവളുടെ നെറ്റിയിലെ ശാപത്തിൻ്റെ പാട് കത്തിജ്വലിക്കുന്നതായി തോന്നി. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. എന്നാൽ അപ്പോഴാണ് നിശ്ചലമായ നിമിഷത്തിൽ ജൊനാഥൻ ഒരു കറുത്ത നിഴൽ പോലെ മുന്നോട്ട് കുതിച്ചത്. ചന്ദ്രപ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു വാൾ ഡ്രാക്കുളയുടെ കഴുത്തിന് കീറി മുറിച്ചുകൊണ്ട് അതിവേഗം കടന്നുപോയി. ഒരു മിന്നൽ പിണർ പോലെ ഡ്രാക്കുള അലറി. ഒരു ചുവന്ന അരുവി പോലെ രക്തം തെറിച്ചു. അവൻ്റെ കൈകൾ കഴുത്തിലേക്ക് പായുന്നു. എന്നാൽ ഇപ്പോഴും അവൻ്റെ കണ്ണുകളിൽ ശക്തിയുടെ തീ കെടാതെ ജ്വലിക്കുന്നുണ്ട്. ഇത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മോറിസ് ഒരു പടയാളിയുടെ അലർച്ചയോടെ മുന്നോട്ട് ചാടി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഡ്രാക്കുളയുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി. ഡ്രാക്കുളയുടെ കണ്ണുകൾ വിടർന്നു. ആ കണ്ണുകളിൽ ആദ്യം പരിഭ്രാന്തി, പിന്നെ അവിശ്വാസം, അവസാനമായി ഒരു അപ്രതീക്ഷിത ഭാവമാറ്റം. അവൻ്റെ മുഖത്തൊരു സമാധാനം. തൊട്ടു പിന്നാലെ ഡ്രാക്കുളയുടെ ശരീരം രൂപമാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു. ഡ്രാക്കുളയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൻ്റെ ത്വക്ക്, അവൻ്റെ മാംസം, അവൻ്റെ അസ്ഥികൾ എല്ലാം പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാലകത്തിലൂടെ വരുന്ന പ്രഭാത വെളിച്ചത്തിൽ നൃത്തം ചെയ്യുന്ന പൊടിത്തരികൾ പോലെ. എന്നാൽ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മീന കണ്ടത് അവിശ്വസനീയമായിരുന്നു. ഡ്രാക്കുളയുടെ മുഖത്ത് വിദ്വേഷമോ ക്രൂരതയോ ഇല്ല. പകരം ഒരു യുദ്ധം അവസാനിച്ച ഭടന്റെ മുഖഭാവം. ഒടുവിൽ വിശ്രമം ലഭിച്ച ഒരു ആത്മാവിൻ്റെ പ്രശാന്തി. ഡ്രാക്കുളയുടെ ചാരം നിലത്തു വീണു ചിതറിപ്പോയി. ആ രാജവംശം അസ്തമിച്ചു. ഉടൻ തന്നെ അവരുടെ ആഹ്ലാദം വേദനയായി മാറി. മോറിസ് നിലത്തേക്ക് വീഴുന്നത് മിന കണ്ടു. ധീരനായ സുഹൃത്ത് രക്തത്തിൽ കുളിച്ച് അവസാന ശ്വാസം വലിക്കുന്നു. മിന
മോറിസ് തളർന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. അവൻ്റെ കൈ ക്ഷീണിതമായി അവളുടെ നെറ്റിയിലേക്ക് ചൂണ്ടി. മിനയുടെ നെറ്റിയിലെ മുറിവ് അപ്രത്യക്ഷമായിരിക്കുന്നു. ഡ്രാക്കുള നൽകിയ ശാപത്തിൻ്റെ പാട് മാഞ്ഞു പോയിരിക്കുന്നു. ഒരു രാക്ഷസന്റെ സ്പർശനം ഇനി അവിടെയില്ല. ഒരു പുതിയ ശുദ്ധിയുടെ ഉണർവ് അവളിൽ പടർന്നു. മോറിസിന്റെ കണ്ണുകളിൽ അവസാന ആശ്വാസത്തിന്റെ തിളക്കം. അയാളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഭീകരമായ യുദ്ധത്തിനൊടുവിൽ വിജയം നേടിയ സംതൃപ്തി. ശാന്തമായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞു. ആത്മാവ് ഒരു പക്ഷിയെപ്പോലെ അവന്റെ ശരീരത്തിൽ നിന്നും പറന്നുയർന്നു. പുതിയൊരു ദിവസത്തിന്റെ ജനനം. നൂറ്റാണ്ടുകളുടെ അന്ധകാരത്തിനു ശേഷം ട്രാൻസിൽവേനിയയുടെ ഭൂമിയിൽ ഒടുവിൽ പ്രകാശം പരന്നു. ഡ്രാക്കുള എന്ന ശാപം ഇല്ലാതായിരിക്കുന്നു. സൂര്യന്റെ സ്വർണ്ണക്കിരണങ്ങൾ ജാലകത്തിലൂടെ അകത്തേക്ക് പതിക്കുമ്പോൾ ഞാൻ, ജൊനാഥൻ ഹാർക്കർ, എൻ്റെ പഴയ ഡയറി വീണ്ടും തുറക്കുന്നു. 7 വർഷങ്ങൾ. ഭീകരമായ ആ രാത്രികളിൽ നിന്ന് 7 വർഷങ്ങൾ കടന്നുപോയി. എൻ്റെ കൈകൾ ഇപ്പോഴും മുന്നിലെ താളുകളിൽ വിരലമർത്തുമ്പോൾ ചെറുതായൊന്ന് വിറയ്ക്കും. എന്നാൽ ഇന്ന് ഞങ്ങളുടെ വസതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരുട്ടല്ല, പ്രകാശമാണ്. മുറ്റത്ത് ഞങ്ങളുടെ മകൻ കളിക്കുന്നു. ജൊനാഥനും മിനയും ഇരുട്ടിൻ്റെ നിഴലുകളെ അതിജീവിച്ച് സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒരു പുത്രന് ജന്മം നൽകിയിരിക്കുന്നു. ക്വിൻസി ഹാർക്കർ. നഷ്ടപ്പെട്ട ധീരൻ്റെ ഓർമ്മയ്ക്കായി. ഡോക്ടർ സീവാർഡ് ഇപ്പോൾ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ആർതർ ഹോംവുഡ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. ചിലപ്പോൾ രാത്രിയിൽ ചന്ദ്രനെ നോക്കുമ്പോൾ ഒരു അസ്വസ്ഥത നിറയാറുണ്ട്. കൂർത്ത പല്ലുകൾ, രക്തത്തിൻ്റെ മണം, ഒരു പിശാചിൻ്റെ ചിരി, എല്ലാം ഓർമ്മയിൽ വരും. എന്നാൽ മകൻ്റെ ചിരി കാണുമ്പോൾ എല്ലാ വിഷാദങ്ങളും മാഞ്ഞു പോകും. ഇതാണ് വിജയം, അവൻ ഓർത്തു. മോറിസ്, നിന്റെ ത്യാഗം വിഫലമായില്ല. ഇരുട്ടിനെ അതിജീവിച്ചവരുടെ കഥ പ്രകാശത്തിൻ്റെയും പ്രതീക്ഷയുടെയും അനശ്വരമായ ഗീതമായി അവശേഷിക്കുന്നു. ജൊനാഥൻ തൻ്റെ ഓർമ്മകളുടെ പുസ്തകത്തിന് വിരാമമിട്ടു.